കൊള്ളി മിഠായി. പേര് കേട്ടിട്ട് ഞെട്ടണ്ട. ഇത് നമ്മുടെ കപ്പ വെച്ചുള്ള ഡയറ്റാണേ. കപ്പ വെച്ച് ഇങ്ങനെ അടിപൊളി ഒരു ടേസ്റ്റിൽ ഒരു സ്വീറ്റ് സ്നാക്ക്. നമ്മൾ മലയാളികളുടെ വീട്ടിൽ കപ്പ ഉണ്ടാവാതിരിക്കില്ലല്ലോ അല്ലേ? അപ്പം ആ കാര്യത്തിലൊരു തീരുമാനമായി. സോ പിന്നെ എന്താ ഇനി പ്രശ്നം? അങ്ങ് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളാണ് കേട്ടോ. എന്നാൽ നല്ല ഹെൽത്തിയാണ്. സ്വീറ്റ് സ്നാക്ക് ആകുമ്പം കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈവനിങ് സ്നാക്ക് നോക്കി നടക്കുന്നവർക്ക് ഒരു അടിപൊളി കപ്പ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ശരിക്കും കപ്പ വെച്ചിട്ട് നമ്മൾ കപ്പ പുഴുങ്ങി കഴിക്കുക, അല്ലെങ്കിൽ വേവിച്ച് കഴിക്കുക, അങ്ങനത്തെയൊക്കെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. കപ്പ വെച്ചിട്ടൊരു സ്വീറ്റ്. കപ്പപ്പുട്ടൊക്കെ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. പക്ഷെ അതിലും ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അഡാറായിട്ടാണ് കേട്ടോ ഇത്. കപ്പ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ? പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ മലയാളികളെല്ലാം അത്രയ്ക്കും കപ്പ പ്രേമികളായതുകൊണ്ട് കപ്പയില്ലാത്ത വീടുകളില്ല. അപ്പം ഒരു ദിവസം എല്ലാം മാറ്റി വെച്ചിട്ട് കപ്പ വേവിക്കലും പുഴുങ്ങലും എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്വീറ്റ് ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടോ. നിങ്ങൾ ഇതിന് അഡിക്റ്റ് ആവും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്വീറ്റ് സ്നാക്കാണ് കേട്ടോ. ഇതിന് വേറെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ദാ നമ്മൾ ഒരൊറ്റ കപ്പ എടുത്തിട്ട് അത് രണ്ടായിട്ട് കഷ്ണിച്ചിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കേട്ടോ. എന്നിട്ടൊരു വെള്ള തുണി എടുത്തിട്ട് അതിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് അതെല്ലാം ഒന്ന് വെള്ളാംശം ഉണ്ടല്ലോ, വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു വെള്ളത്തിൻ്റെ തുണി എടുത്തിട്ട് വെള്ള തുണി എടുത്ത് അതിലേക്ക് കപ്പയിട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ആരോടെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ അങ്ങ് തീർന്നു പോയിക്കോട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ തുണിയൊക്കെ എടുത്തൊന്ന് പിഴിഞ്ഞ് അതിനകത്തെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ ഒന്ന് കളഞ്ഞ് ആ കപ്പയുടെ ആ ഒരിത് മാത്രം എടുക്കുക. നല്ല അടിപൊളി നല്ല പഞ്ഞി പോലെ ആ വെള്ളമെല്ലാം പോയപ്പോൾ നല്ല പഞ്ഞി പോലത്തെ കപ്പയുടെ ഇത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് വേണ്ടത്. അത് ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ നമ്മൾ പിഴിഞ്ഞ് എല്ലാം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു കപ്പ് തേങ്ങ തിരികിയതോടെ ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ചൊരു ഉപ്പും കൂടെ ഒന്ന് സ്വീറ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. സിമ്പിളല്ലേ? ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇനി നമുക്ക് വേണ്ടത് വാഴയില. വാഴയിലയിൽ വേവിച്ചെടുക്കുന്ന എന്ത് സംഭവമാണേലും ഒരു പ്രത്യേക സ്വാദാണല്ലേ. നമ്മൾ ഈ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നതിലും ഒരു വാഴയിലക്കകത്ത് വെന്ത് വരുന്നൊരു മണവും അതിൻ്റെ ആ ഒരു സ്നാക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മൾ വാഴയില ഒന്നിട്ട് കൊടുത്തിട്ട് അത് നമ്മളൊന്ന് കൈവച്ച് തന്നെ ഒന്ന് റൗണ്ട് ചെയ്ത് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി എടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വാഴയിലയിൽ കഴിക്കുന്ന സ്നാക്സൊക്കെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് പറഞ്ഞിട്ടെ. എനിക്കിഷ്ടമാണോ? അപ്പം എനിക്ക് വാഴയിലയിലുള്ള സ്നാക്സ് ഇഷ്ടക്കുറവാണെങ്കിലും ഫ്രൈഡ് ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ വാഴയിലയാണ് ഹെൽത്തി. അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വാഴയിലയിലുള്ള എല്ലാം നമ്മൾ കപ്പയുടെ ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പച്ചെമ്പുണ്ടല്ലോ, അപ്പച്ചെമ്പിൽ നമ്മൾ നേരത്തെ ഒരു 10 മിനിറ്റോളം വെള്ളം തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടായി നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വാഴയിലയുടെ സ്നാക്കെല്ലാം എടുത്ത് വെച്ച് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ കൊള്ളി മിഠായി റെഡി കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അപാര ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കപ്പ വെച്ച് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഈയിടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ നിന്ന് ഞാൻ അടിച്ച് മാറ്റി ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ കഴിച്ച് നോക്കിയപ്പം അപാര ടേസ്റ്റാണ് കേട്ടോ. കറക്റ്റ് പരുവത്തിന് മധുരമൊക്കെ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കപ്പ അല്ലെങ്കിൽ കൊള്ളിമിഠായി റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് കഴിക്കാനായിട്ട്. ആ കപ്പയുടെ ഒരു പശപ്പും ഒരു സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം അവരൊക്കെ ഈ മിഠായി മധുരത്തിൻ്റെ ആൾക്കാരല്ലേ. അപ്പം അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. എന്നാൽ ഹെൽത്തി ആണല്ലോ, എത്ര വേണമെങ്കിലും കഴിച്ചോട്ടെ. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കൊക്കെ കഴിച്ചോട്ടെ അല്ലേ. അപ്പം വെളിയിൽ നിന്നൊക്കെ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ്.